പുഴു സിനിമയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മമ്മൂട്ടിക്കെതിരെ സംഘപരിവാർ ഹാൻഡിൽ നിന്ന് അറ്റാക്ക് വന്നപ്പോൾ എൻ്റെ വോളിൽ നിങ്ങൾ ഒരു അറ്റാക്ക് പോലും കാണില്ല. ഞാൻ അതിനെ എതിർത്ത ആളാണ്. മമ്മൂട്ടി എന്ന മഹാനടനെ മതത്തിൻ്റെ പേരിൽ അടയാളപ്പെടുത്തേണ്ടതല്ല എന്ന നിലപാടെടുത്ത ആളാണ് ഞാൻ. അപ്പോൾ ഞാൻ ഇത്തരം വിഷയങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള നിലപാട് വ്യക്തിപരമായിട്ട് എടുത്തിട്ടുണ്ട്. അത് മറുപക്ഷത്തു നിന്നുള്ള വായന ഉണ്ടായിരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത് 1921 ഹിന്ദു വംശഹത്യ ഉണ്ടായിട്ടില്ല എന്നാണ് നോക്കൂ, അന്നത്തെ നിലപാടിലേക്ക് 1921 കലാപം സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ അഭിപ്രായം അന്നത്തെ മലബാർ കോൺഗ്രസ് കമ്മിറ്റി അടക്കമുള്ളവർ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. മഹാത്മാഗാന്ധി ആ വിഷയങ്ങളെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് ചരിത്രത്തിൻ്റെ ദശാസന്ധിയിലുണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് ഇന്നത്തെ കാലത്ത് ജനങ്ങളെ പോളറൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് BJPയുടെ ഇലക്ട്രൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. അതെനിക്ക് താല്പര്യമില്ല. പക്ഷേ 1921 ഊരിയ വാള് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പ്രകടനം നടത്തിയതിനെ കുറിച്ചൊക്കെ സന്ദീപ് സംസാരിച്ചു. അത് BJPയുടെ ഭാഗത്ത് നിന്ന് ചരിത്രം വായിക്കുമ്പോഴുള്ള പ്രയാസമാണ്. അതിൽ അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാരുടെ ഭാഗത്തു നിന്നും പീഡനം അനുഭവിക്കേണ്ടി വന്നവർ അപ്പുറത്തുമുണ്ട് ഇപ്പുറത്തുമുണ്ട്. അതൊക്കെ അവിടെ ഒരു ഡിവൈഡ് ആൻഡ് റൂളിൻ്റെ ഭാഗമായിട്ട് പീഡനം അനുഭവിക്കേണ്ടി വന്ന ഒരു വലിയ വിഭാഗമാണ് മലബാറിലുണ്ടായിരുന്ന വള്ളുവനാട്ടിലും മേർനാട്ടിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ചരിത്രത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു പക്ഷത്തു നിന്നുള്ള വായനയുടെ സമയത്ത് നമുക്ക് പലപ്പോഴും അതാണ് ശരിയെന്ന് തോന്നും. പക്ഷേ കുറച്ചുകൂടി വിശാലമായ രീതിയിൽ വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ സാഹചര്യത്തിൽ നമുക്ക് ഇരുപക്ഷത്തും ശരികളും തെറ്റുകളൊക്കെ കണ്ടെത്താൻ സാധിക്കും. ചരിത്രത്തിൽ പല ശരികളും തെറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ശരികളും തെറ്റുകളുടെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ കാലത്ത് ഒരു ബഹുസ്വര സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനും പോളറൈസേഷൻ ഉണ്ടാക്കാനും രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനും ശ്രമിക്കുന്നു എന്നുള്ളതാണ് BJP ചെയ്യുന്ന തെറ്റ്. നോക്കൂ, ഞാൻ ഒരിക്കലുമില്ല. ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായി വന്നതിന് ശേഷം അനുഭവിക്കുന്ന ഞാനും എൻ്റെ കുടുംബവും അനുഭവിക്കുന്ന വലിയൊരു ആശ്വാസമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ BJP വിടുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കുടുംബത്തെ അടക്കം ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടത്തിയിട്ടുള്ള ഹീനമായിട്ടുള്ള നിന്ദ്യമായിട്ടുള്ള സൈബർ അറ്റാക്കും സോഷ്യൽ മീഡിയ അറ്റാക്കും, എൻ്റെ ഭാര്യയെ അടക്കം ബോഡി ഷെയിം ചെയ്തുകൊണ്ട് 84 വയസ്സുള്ള അച്ഛനെ പോലും വെറുതെ വിടാതെ നടത്തിയിട്ടുള്ള അറ്റാക്കുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് എൻ്റെ കുടുംബവും ഞാനും വളരെ ആശ്വാസത്തിലാണ്. ഒരു ഞാൻ പറഞ്ഞത് ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് പറയുന്നത്. എനിക്ക് മറ്റുള്ളവരുടെ കാര്യത്തിൽ പറയാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ ഒരു മാസക്കാലത്തോളം ഞാൻ BJP വിടുന്നതിന് മുമ്പ് തന്നെ CPM പാർട്ടി വിട്ടാലാണ് ഇന്നോവ അയക്കുന്നത്. ഇവർ പാർട്ടി വിടുന്നതിന് മുമ്പ് തന്നെ സൈബർ ഇന്നോവ അയച്ച ആളുകളാണ്. എനിക്ക് അനുഭവിച്ച കാര്യങ്ങളെ പറയാൻ പറ്റും. ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം അയാൾ അനുഭവിച്ചതും അയാളുടെ കുടുംബം അനുഭവിച്ചതായിട്ടുള്ള കാര്യങ്ങളാണ് അയാളിൽ അഭിപ്രായങ്ങൾ ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ അയാൾക്ക് ആശ്വാസം പകരുന്ന ചില നിലപാടുകളിലേക്ക് എത്തുന്നതും. നിലവിൽ എൻ്റെ കുടുംബം അനുഭവിക്കുന്ന വലിയ ആശ്വാസമുണ്ട്. ആ ആശ്വാസത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് ഞാൻ കോൺഗ്രസ്സിൽ ജോയിൻ ചെയ്തതാണ്. അതിനുശേഷം അവർക്ക് വലിയ സന്തോഷവും ആശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് ഞാൻ കരുതുകയാണ്. മാത്രമല്ല അവരെ സംബന്ധിച്ചോളം എൻ്റെ ഭാര്യയോ എൻ്റെ കുടുംബമോ ഒക്കെ അവർ അപ്പോളിറ്റിക്കലാണ്. അവർക്കൊന്നും അങ്ങനെ രാഷ്ട്രീയത്തെക്കുറിച്ച് വലിയ ധാരണയുള്ളവർ, രാഷ്ട്രീയത്തിന് അന്നന്നത്തെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുന്ന പാവങ്ങളാണ്. അവർ ഇതിലേക്ക് വലിച്ചഴക്കും. എൻ്റെ അച്ഛൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോയിട്ട് പാവ അച്ഛനെ 84 വയസ്സുള്ള 3 യുദ്ധത്തിൽ പങ്കെടുത്തൊരു ആർമി വെറ്ററിനെ ഇനി ഇവൻ നിൻ്റെ മകൻ തന്നെയാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അതിൽ തരംതാണ് എന്ത് ഇനി ചെയ്യാനുള്ളത്? അത് അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്യുന്നതിൻ്റെ പരമാവധി ഇൻസൾട്ട് ചെയ്തു. കുടുംബത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അമ്മയുടെ ആഗ്രഹപ്രകാരം കുറച്ച് കുടുംബത്തിന്റെ സ്ഥലം RSSന് വിട്ടുകൊടുക്കുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. എന്താ അതിന് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? അവർക്ക് വേണ്ട എന്നവർ പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ അത് സ്വാഭാവികമായിട്ടും ആ സ്ഥലം സാമൂഹ്യ നന്മയ്ക്ക് ഉതകുന്ന ഏതെങ്കിലും പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കും. അമ്മ എന്തുകൊണ്ടാണ് RSSന് സ്ഥലം വിട്ടുകൊടുക്കണമെന്ന്? അതൊരു രസകരമായിട്ട് കാര്യം അതൊരു രസകരമായിട്ട് കാര്യമുണ്ട്. അതായത് ഒരു ദിവസം അമ്മ ബെഡിടണമായിരുന്നു. അമ്മയ്ക്ക് പൂർണ്ണമായിട്ടും ബെഡിടേണ്ടി കിടക്കുന്ന സമയത്ത് എനിക്കൊന്ന് മഴ പെയ്യുന്ന ഒരു സമയത്ത് അവിടെ ശാഖയിൽ അന്ന് പ്രാർത്ഥന ചൊല്ലി അവർ തിരിച്ചു വന്നു. സംഘത്തിൻ്റെ ശാഖാ കാര്യകാരി എൻ്റെ വീട്ടിലിരിക്കുകയാണ്. ഇരിക്കുന്ന സമയത്ത് അന്ന് ചർച്ച ചെയ്തത് ആ വർഷത്തെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുകയാണ്. അപ്പം ഞാൻ അന്ന് അവിടെ ഉണ്ട്, ഞാനും അതിലിരിക്കുന്നു. അപ്പോൾ ഈ ശാഖയിൽ ചർച്ച നടക്കുന്ന സമയത്ത് അവർ കാര്യകാരി എന്ന് പറയും. ഇപ്പം നമ്മളിരിക്കുന്ന പോലെ തന്നെ അതൊരു സംവിധാനം, അതിൻ്റെ ഒഫീഷ്യൽസ് ഇരിക്കുകയാണ്. അപ്പോൾ ചെത്തല്ലൂർ ശാഖ നല്ല ശക്തിയുള്ള ശാഖയാണ്. അപ്പോൾ അവർ ഈ വർഷം നമുക്കൊരു ആംബുലൻസ് വാങ്ങാം
അപ്പോൾ ഞാൻ പറഞ്ഞു ആംബുലൻസ് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ്റനൻസും പിന്നെ നല്ല പ്രയാസമുള്ള കാര്യം. ഒരു ഗ്രാമത്തിൽ അത് വാങ്ങിയിട്ട് കഴിഞ്ഞാൽ അത് മുന്നോട്ട് കൊണ്ടുപോകണം, അതിൻ്റെ മെയിൻ്റനൻസ് വരും. അപ്പോൾ അതൊരു സാമ്പത്തിക ബാധ്യത വരും. പിന്നെ തുടർച്ചയായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ലെങ്കിൽ അതൊരു മോശമായിരിക്കും. നമുക്ക് വേറെ എന്തെങ്കിലും നിലനിൽക്കുന്നൊരു കാര്യം ഈ വർഷം ചെയ്യുമ്പോൾ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു RSSൻ്റെ ഒരു സേവാകേന്ദ്രം, കാര്യാലയമല്ല ഒരു സേവാകേന്ദ്രം തുടങ്ങാം. അതൊരു കാര്യാലയം കൂടി വരും ആ രീതിയിൽ. കാരണം ജനങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പം ഒരു ലൈബ്രറി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ട് ഒരു വലിയ സേവാകേന്ദ്രം തുടങ്ങാം എന്നൊരു പദ്ധതിയുണ്ട്. എൻ്റെ മനസ്സിലൊരു ആശയമുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇറച്ചി കിടന്നു. അപ്പോൾ പിറ്റേ ദിവസം എല്ലാവരും ഉഷാറായിട്ട് അതിനെ പറ്റുന്നൊരു സ്ഥലം വാങ്ങാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ഇറങ്ങി കുറച്ച് വില കുറഞ്ഞ സ്ഥലം കണ്ടെത്തി. നമുക്ക് ഒരു സ്ഥലം ഏകദേശം കണ്ടെത്തി. ആ സ്ഥലം എന്താ പറയുക, എല്ലാം അവസാനം എത്തിയിട്ട് അത് വാങ്ങാൻ സാധിക്കാത്ത എനിക്ക് വഴിയുടെ എന്തോ പ്രശ്നം വന്നപ്പോൾ എല്ലാവരും വലിയ നിരാശയിലായി. വീണ്ടും എൻ്റെ വീട്ടിൽ ഇരിക്കുകയാണ് രാത്രി. അപ്പോൾ ഇരിക്കുന്ന സമയത്ത് ഉള്ളിലെ ബെഡ്റൂമിൽ അമ്മ കിടക്കുകയാണ്. അവിടുന്ന് അമ്മ വിളിക്കുകയാണ്, എന്നെ വിളിച്ചു, ഉണ്ണീന്ന് വിളിച്ചു. അപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ വെച്ചത്, അപ്പോൾ നിങ്ങൾ ഈ സംഘത്തിന് കാര്യാലയം ഉണ്ടാക്കാനാണോ അങ്ങനെ സ്ഥലം നോക്കുന്നതെന്ന് വെച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു. എന്നാൽ ഇത് പുറത്തുനിന്ന് നോക്കണ്ട, ഈ വളപ്പിൽ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അളന്ന് എടുത്തോ, ഇനി പുറത്തുനിന്ന് നോക്കണ്ട, ഇവിടുന്ന് എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ കുറേ കാലമായിട്ട് ഞാനിതിൽ വന്നതിന് ശേഷം ഈ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ട് ഒരുപക്ഷെ സ്വാഭാവികമായിട്ട് അമ്മ റിട്ടയർമെൻറ്റ് ലൈഫ് അതിന് ശേഷം എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ട് സ്വാഭാവികമായിട്ട് അമ്മയ്ക്ക് താല്പര്യം തോന്നിയിട്ടും ആവാം. പിന്നെ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മ പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം തന്നെ അവർ വന്നു, ആ സ്ഥലം കണ്ടു, ആ ഭാഗം അത്രയും വേണ്ട ഭാഗം അടയാളപ്പെടുത്തി. അങ്ങോട്ടുള്ള റോഡും ഞാൻ അതിലേക്ക് വിട്ടുകൊടുത്തു ആ സമയത്ത് തന്നെ. പക്ഷേ അമ്മ വയ്യാതെ കിടക്കുന്നതുകൊണ്ട് അവർക്ക് രജിസ്ട്രേഷൻ നടപടികൾ അവർക്ക് ആ സമയത്ത് ഞാൻ പലതവണ ആവശ്യപ്പെട്ടു. എനിക്കൊന്ന് വർഷങ്ങളോളം ഞാൻ ആവശ്യപ്പെട്ടു ഇതൊന്ന് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്. അവർക്കത് പൂർത്തിയാക്കാൻ പറ്റിയില്ല. പിന്നീട് അച്ഛൻ ഒരു തവണ അമ്മയോട് ചോദിക്കുന്നുണ്ട്, എന്ത് പെട്ടെന്ന് ഇങ്ങനെ സ്ഥലം കൊടുക്കാൻ തീരുമാനിക്കണം. അപ്പോൾ അമ്മ വളരെ രസകരമായിട്ട് എന്നോട് പറഞ്ഞു, നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് മുഴുവൻ കൊടുത്തു കളയും, ഇപ്പം തന്നെ കൊടുക്കുന്നതാണ് സേഫ് എന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ അത് അമ്മ തമാശയ്ക്ക് പറഞ്ഞാണ്. പക്ഷെ അമ്മ സ്വയം താല്പര്യപൂർവ്വം കൊടുത്തു തന്നെയാണ് ആ സമയത്ത്. കാരണം ഞങ്ങളുടെ വിഷമം അമ്മ കേട്ടു. ഞങ്ങളിങ്ങനെ ഈ ഇതിന് സ്ഥലം എടുക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരു പ്രയാസവും വിഷമവും. പിന്നെ അമ്മയുടെ മനസ്സിലും ഉണ്ടായിരിക്കും. അതിന് മുമ്പ് ഞാൻ ഗൾഫിൽ പോയ സമയത്ത് ഞാൻ ആകെ വാങ്ങിയിരുന്നത്, എനിക്ക് തോന്നുന്നത്, ഞാനും എൻ്റെ സുഹൃത്തുക്കളും ചേർന്ന് കുറച്ച് സ്ഥലം വാങ്ങി. എൻ്റെ ഗൾഫിൽ നിന്ന് ഞാൻ ജോലി കിട്ടി വരുമായിരുന്നു. അത് അന്നത്തെ കാലത്ത് ഞാൻ വീട്ടുകാരറിയാതെ ആ സ്ഥലം വിറ്റു. എന്നിട്ട് അവിടെ വിദ്യാനികേതൻ സ്കൂളിന് കെട്ടിടം പണിയാൻ വേണ്ടി ആ പൈസ മുഴുവൻ കൊടുക്കുകയാണ് ചെയ്തത്. എനിക്ക് 2 ദിവസം അത് കാരണം വീട്ടിൽ നിന്ന് ഭക്ഷണം തന്നിട്ടില്ല. ആകെ ഉണ്ടാക്കിയതായിരുന്നു. അതും ഞാൻ സംഘടനയ്ക്കാണ് കൊടുത്തത്. ഇന്ന് ചെത്തല്ലൂർ നിൽക്കുന്ന വിദ്യാനികേതൻ്റെ ബിൽഡിങ്ങിൽ ഞാൻ എൻ്റെ ഗൾഫ് ജീവിതകാലത്ത് അധ്വാനിച്ച എൻ്റെ അധ്വാനം മുഴുവൻ അതിലുണ്ട്. 1 രൂപ ഞാൻ വിട്ട് കൊടുത്തിട്ടില്ല. ഞാൻ നിൽക്കുമ്പോൾ അല്ല, ഞാൻ നിൽക്കുന്ന സ്ഥലത്തോട് 100% ആത്മാർത്ഥത്തോടുകൂട്ടാണ് നിന്നിട്ടുള്ളത്. പക്ഷേ ആത്മാർത്ഥം എനിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. അത് ആ പ്രസ്ഥാനത്തിനെ ആ നാട്ടിൽ നിങ്ങൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പോയി എൻ്റെ നാട്ടിൽ പരിശോധിച്ചാൽ മതി. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് താഴെത്തട്ടിൽ പ്രവർത്തിച്ചത് അതുപോലെയാണ് എൻ്റെ നാട്ടിൽ സംഘപരിവാർ സംഘടനകൾ പ്രവർത്തിച്ചിരുന്നത്. അത് അവിടെ എനിക്കറിയാം. ഇപ്പോൾ എൻ്റെ നാട്ടിലെ കലാകാരന്മാർ മുഴുവൻ തപസ്യയിലെ അംഗങ്ങളാണ്. 2-3 പേരൊഴിച്ച് എല്ലാ മാസവും അവിടെ തപസ്യയുടെ പരിപാടി നടക്കും. എൻ്റെ നാട്ടിലെ പൂർവ്വ സൈനികർ മുഴുവൻ, എൻ്റെ അച്ഛനുൾപ്പെടെ 1-2 പേരൊഴിച്ച് ബാക്കി എല്ലാവരും പൂർവ്വ സൈനിക സ്വയപക്ഷത്തിലെ അംഗങ്ങളാണ്. ബാലഗോകുലത്തിന് എല്ലാ സംഘപരിവാർ സംഘടനകളുടെയും പ്രവർത്തനം, BMS എല്ലാത്തിൻ്റെയും പ്രവർത്തനം അവിടെ വളരെ സജീവമായി. വിദ്യാനികേതൻ്റെ പ്രവർത്തനം എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം ഞാനൊരു 10-15 വർഷം മുമ്പ് അല്ലെങ്കിൽ പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് ഇതൊന്നുമില്ല. അവിടുത്തെ കൊടിമരത്തിലൊരു കൊടി പോലും ഇല്ല. എൻ്റെ മാത്രമല്ല, നമ്മളെല്ലാം ചേർത്ത് പിടിച്ച് സംഘടിപ്പിച്ച് വളർത്തിയെടുത്തതാണ്. സന്ദീപ് പറയുന്നതനുസരിച്ച് RSS എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു സോഷ്യൽ സർവീസ് മുഖമുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു സംഘമാണ് RSS. അങ്ങനെ തന്നെയാണോ RSS? കാരണം സംഘത്തിന് അടുത്തറിയുന്ന ആളെന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കുകയാണ്. കേരളത്തിൽ വളരെ കോൺട്രഡിക്ടറി ആയ ഒപ്പീനിയൻസ് ആണ് RSSനെ പറ്റിയുള്ളത്. ഒന്ന്, ഇപ്പം സന്ദീപ് പറഞ്ഞ പോലെ നല്ല കാര്യങ്ങൾ, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു സംഘടന. അതിൽ നേരെ തിരിച്ച് ഇപ്പോൾ ലെഫ്റ്റൊക്കെ പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് ഡെമണൈസ് ചെയ്യുന്നുണ്ട് RSSനെ. അത്രമാത്രം ഡെമണൈസ് ചെയ്യപ്പെടേണ്ട ഒരു സംഘടനയാണോ RSS? നോക്കൂ, RSSന് പല മുഖങ്ങളുണ്ട്. ആ പല മുഖങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ഈ പറയുന്ന സാമൂഹ്യ സേവനം. അത് പല സംഘടനകൾക്കും ഉണ്ട്. അതിലുപരിയായിട്ട് ഒരു സംഘടനയെ വിലയിരുത്തേണ്ടത് അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം.
അപ്പോൾ ഞാൻ RSSനെ വിലയിരുത്തുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ 2 പേരെ പറഞ്ഞുതരാം. ഇപ്പോൾ BJP അകത്തുള്ള 2 പേർ RSSനെ വിലയിരുത്തിയതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് BJPയുടെ നിലവിലെ സംസ്ഥാന വക്താവായിട്ടുള്ള KVS ഹരിദാസ് RSSനെ കുറിച്ച് മാതൃഭൂമിയിൽ തുടർച്ചയായി ലേഖന പരമ്പര എഴുതിയ ആളാണ്. ഒരടി മുന്നോട്ട് 2 അടി പിന്നോട്ടെന്നോ മറ്റോ എൻ്റെ അടുത്ത് ഉണ്ടാവും, അന്നത്തെ പഴയ മാതൃഭൂമി ആർക്കൈവ്സിൽ നിങ്ങൾക്ക് കിട്ടും. RSSനെ അതിനിശിതമായി വിമർശിച്ച് RSSനെ ഐഡിയോളജികളെ വിമർശിച്ച് ലേഖനം എഴുതിയിട്ടുള്ള KVS ഹരിദാസ് എന്ന് BJPയുടെ സംസ്ഥാന വക്താവാണ്. അദ്ദേഹം നിലപാട് മാറ്റിയിട്ടുണ്ടെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു നോക്കണം. 2 ശങ്കുട്ടി ദാസ്, BJPയുടെ ഇൻ്റലക്ച്വൽ വിങ്ങിലുള്ള ശങ്കുട്ടി ദാസ്, ഇന്ന് എന്നെ വിമർശിക്കുന്ന ശങ്കുട്ടി ദാസ്. RSSൻ്റെ താത്വികാചാര്യനായിരുന്ന ഹരിയെ ജാതീയമായിട്ട് ആക്ഷേപിക്കുകയും ജാതി താല്പര്യമുള്ള ആളെന്ന് ആക്ഷേപിക്കുകയും ചെയ്ത ഒരു സംഘത്തിലുണ്ടായിരുന്ന ആളാണ്. ശബരിമല സമരകാലത്തിന് ശേഷം അതിനിശിതമായി RSS ലീഡർഷിപ്പിനെ വിമർശിച്ചിട്ടുള്ള ആളാണ്. അവരൊന്നും നിലപാട് മാറ്റിയതായിട്ട് എനിക്കറിയില്ല. ഈ 2 കൂട്ടരോടുമാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. ഇപ്പോൾ ചോദ്യമാണ് സന്ദീപിനോടാണ്. RSSന് ഇതുപോലെ ഡെമണൈസ്, ഇപ്പോൾ ലെഫ്റ്റ് ഒക്കെ ഡെമണൈസ് ചെയ്യുന്ന പോലെ ഡെമണൈസ് ചെയ്യപ്പെടേണ്ട ഒരു സംഘടനയാണോ RSS? RSSൻ്റെ പ്രവർത്തനം കൊണ്ട് ആണ് RSS അങ്ങനെ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രവർത്തനം കൊണ്ടും അതിൻ്റെ നിഗൂഢമായ പ്രവർത്തന രീതി കൊണ്ടുമാണ്. ഞാൻ പറഞ്ഞ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സ്പേസ് കൊടുക്കാത്ത എല്ലാ സംഘടനകളും സ്വാഭാവികമായിട്ട് ഡെമോണൈസ് ചെയ്യപ്പെടും. നിങ്ങൾ ഓപ്പൺ അല്ലെങ്കിൽ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ സുതാര്യമല്ലെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടും. അത് അവരുടെ കുഴപ്പമാണ്. അത് പിന്നെ ഏതെങ്കിലും നമ്മുടെ ഒരു ഭാഗത്ത് നമ്മൾ സോഷ്യൽ സർവീസ് നടത്തുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് അത് പിന്നെ ബാക്കി നിങ്ങളുടെ ചെയ്തികളെയും ജനാധിപത്യ ബോധമില്ലായ്മയൊക്കെ അത് ന്യായീകരിക്കുന്നില്ല. നിങ്ങൾക്ക് അത് വെച്ച് വൈറ്റ് വാഷ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഏത് സംഘടനയാണെങ്കിലും അതിൽ ആത്യന്തികമായി ഉണ്ടായിരിക്കേണ്ടത് ഈ ഒരു ജനാധിപത്യ ബോധമാണ്. ആളുകൾക്ക് സംസാരിക്കാനുള്ള, സ്വന്തം അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു സ്പേസാണ് ഉണ്ടാവേണ്ടത്. ഏകശിലാത്മകമായിട്ട് അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കരുത്. കണ്ണൂരൊക്കെ ഇടതുപക്ഷത്തിന് ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ കോൺഗ്രസ്സുകാരെ പോലും സംരക്ഷിച്ചിട്ടുള്ളത് RSS ആണ്. എനിക്കറിയില്ല, കോൺഗ്രസ്സുകാരൊന്നും RSSൻ്റെ സംരക്ഷണം നോക്കി പോകുന്നവരൊന്നുമല്ല. കോൺഗ്രസ്സുകാരെ RSS ശാഖയെ സംരക്ഷിച്ചതായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. KPCC പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് RSS ശാഖയ്ക്ക് കാവൽ നിൽക്കുന്നതിൽ എന്താ തെറ്റെന്ന് ചോദിച്ചിട്ടുള്ള KPCC പ്രസിഡന്റാണ് നമുക്കിപ്പോൾ ഇന്നുള്ളത്. ഈ ചരിത്രത്തിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള പല കാലഘട്ടങ്ങളിൽ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ഇവിടുന്ന് അഭിപ്രായം പറഞ്ഞ അർത്ഥമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ മറുപടി പറയേണ്ടത് CPM ആണ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ RSSുമായി ചേർന്നുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതിനു മുമ്പേ ഉണ്ടല്ലോ 1967 67 സംയുക്ത വിധാൻതൾ എന്ന് പറഞ്ഞ് കോൺഗ്രസിനെതിരായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ജനസംഘവും ഒരുമിച്ച് ബീഹാറിൽ ഭരിച്ചിട്ടില്ലേ? ബംഗാളിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഉണ്ടാകുന്നത് ആരുടെ പിന്തുണയിലാണ്? ജനസംഘത്തിൻ്റെ ഏക MLAയുടെ പിന്തുണയിലല്ലേ? അപ്പോൾ അടിയന്തരാവസ്ഥയെ ഒരു കാരണമാക്കിക്കൊണ്ട് CPM BJP ബാന്ധവത്തെ ന്യായീകരിക്കാൻ പറ്റില്ല. അടിയന്തരാവസ്ഥയ്ക്ക് മുൻപും BJP CPM അല്ലെങ്കിൽ ജനസംഘം CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ബാന്ധവം ഉണ്ടായിരുന്നു. അതാണ് ബീഹാർ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഈ ആരോപണം പറയുമ്പോഴും ഈ ലെഫ്റ്റ് BJP ബാന്ധവം പറയുമ്പോഴും ഒരു മാനസിക ഐക്യം എപ്പോഴും കോൺഗ്രസ് നേതാക്കന്മാരും BJP നേതാക്കന്മാരും തമ്മിലാണ് നമ്മൾ കാണുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് KPCC പ്രസിഡന്റിന്റെ ശാഖയ്ക്ക് കാവൽ സതീശൻ RSS ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നതും എല്ലാം ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. ഈ ഒരു മാനസിക ഐക്യം നേരത്തെ മുതലുണ്ടോ? അത്തരത്തിൽ ഒരു മാനസിക ഐക്യമില്ല. ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ RSSനെതിരായിട്ടുള്ള BJPക്കെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായ പോർമുഖം തുറക്കുന്ന രാഷ്ട്രീയ പാർട്ടി അത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ്സിന് മാത്രമേ ഇവിടെ BJP ഉയർത്തുന്ന ഈ തരത്തിലുള്ള രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്താൻ കഴിയുകയുള്ളൂ. CPM എല്ലാ കാലത്തും BJPയുമായും സംഘപരിവാറുമായും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സഹകരിച്ച് മുന്നോട്ട് പോയിട്ടുള്ളതാണ്. ചരിത്രത്തിൽ എത്രയോ സ്ഥലങ്ങളിൽ ഇപ്പോൾ VP സിംഗ് സർക്കാർ എങ്ങനെ രൂപം കൊണ്ടു? എല്ലാ ദിവസവും അടൽജിയുടെ വീട്ടിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിരുന്ന ആളുകളും ചായ കുടിച്ചിരുന്ന ആളുകൾ ആരൊക്കെയാണ് വൈകുന്നേരം? അത് ഞാൻ നേരത്തെ പറഞ്ഞു. 67 ഏറ്റവും പ്രകടമായിട്ടുള്ള കാര്യം, 67 ഒരു മിനിസ്ട്രിയുടെ ഭാഗമായിരുന്നു. മന്ത്രിസഭയിൽ കൂട്ടുത്തരവാദിത്തമാണല്ലോ. അവിടെ നമുക്ക് ഡിസെൻ്റ് എഴുതാൻ പറ്റില്ല ആണല്ലോ. ക്യാബിനറ്റ് ഡിസെൻ്റ് എഴുതാൻ പറ്റില്ല. ഒരു ക്യാബിനറ്റിൻ്റെ ഭാഗമായിരുന്നു ലെഫ്റ്റ് പാർട്ടികളും ജനസംഘവും.